Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 നിന്നുള്ള മാത്തമാറ്റിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 cubes of side 1 centimeter, 6 centimeter and 8 centimeter are melted to form a new cube. അപ്പോ ഒരു 3 ക്യൂബ്സിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് എങ്ങനെയൊക്കെയാണ്? ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? തീർച്ചയായിട്ടും എല്ലാ എഡ്ജ് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫസ്റ്റത്തേതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്, രണ്ടാമത്തെ ക്യൂബിന്റെതാണെങ്കിൽ 6 സെന്റിമീറ്റർ ആണ്, മൂന്നാമത്തെ ക്യൂബിന്റെ ആണെങ്കിൽ 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 ക്യൂബും ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ക്യൂബ് മേക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ക്യൂബിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഫസ്റ്റത്തേതിന്റെ 1 ആണ് സൈഡ്, സെക്കൻഡ് 6 ആണ്, തേർഡ് ക്യൂബിന്റെ 1 സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ വോളിയം നമ്മൾ കാണണം. എന്താണ് ടോട്ടൽ വോളിയം? ഒരു ക്യൂബിന്റെ വോളിയം എന്താണ്? A ക്യൂബ് ആണ്. ഇവിടെ ഫസ്റ്റത്തേതിന്റെ 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. നെക്സ്റ്റ് 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. നെക്സ്റ്റ് 8ന്റെ ക്യൂബ് ഓൾമോസ്റ്റ് 512 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇവിടെ നോക്കാം ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, 200 + 500 700 ആണ്. ഓക്കെ, 700 720 728 729 cm ക്യൂബ് ആണ് എന്ത് ചെയ്യുന്നത്? വോളിയം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വോളിയം വെച്ചിട്ട് പുതിയൊരു എന്ത് മേക്ക് ചെയ്യാണ്? പുതിയൊരു ക്യൂബ് മേക്ക് ചെയ്യാണ്. അപ്പൊ പുതിയ ക്യൂബിന്റെ ന്യൂ ക്യൂബ് വോളിയം is equal to 723 സെന്റിമീറ്റർ ക്യൂബ്. നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? A ക്യൂബ് ആണ്. A ക്യൂബ് is equal to 729. A is equal to എത്ര വരാ? 9 ആണ് വരാ. അതായത് 9ന്റെ ക്യൂബാണ് 729. അപ്പൊ നമ്മൾ പുതിയത് ഉണ്ടാക്കുന്ന ആ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഒരു സൈഡിന്റെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ക്യൂബ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു സൈഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു സൈഡിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ 9 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർഫസ് ഏരിയ വളരെ ഈസി ആയിട്ട് കാണാമല്ലോ. സർഫസ് ഏരിയ എങ്ങനെ കാണാം? ഒരു ഫേസ് എന്ന് പറയുന്നത് ക്യൂബിന്റെ എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? എല്ലാ ഫേസസും സ്ക്വയേഴ്സ് ആണ്. അങ്ങനെ എത്ര ഫേസസ് ഉണ്ടാവും? 6 ഫേസസ് ആണ് എന്നുള്ളത്. നമ്മൾ പാമ്പും കൊണ്ട് കളിക്കുമ്പോൾ ഡൈസ് ഉപയോഗിക്കില്ല. അതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഷേപ്പിൽ ക്യൂബ് വരിക. അപ്പോ അവിടെ എത്ര ഫേസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്? 6 ഫേസസ് ആണല്ലേ. അപ്പോ 6a² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. a² എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയ ആണല്ലേ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ a² എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ വരിക? 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 9 സ്ക്വയർ 81. 81 into 6 എന്ന് പറയുമ്പോൾ 8 into 6 48 ആണ്. അപ്പൊ 480 480 + 6 486 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിജയ്, രാകേഷ്, വിനോദ് can do a work in 24 days, 30 days and 40 days respectively. അപ്പൊ വിജയ് ഓക്കെ, രാകേഷ് ആൻഡ് വിനോദ് can do a work in 24 days. രണ്ടാമത്തെ രാകേഷിന് 30 ദിവസം, അതുപോലെ തന്നെ വിനോദിനാണെങ്കിൽ 40 ദിവസം. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് കാര്യം പറയുന്നത് വിജയ് ആൻഡ് വിനോദ് ടുഗദർ വർക്ക്ഡ് ഫോർ 4 days. ഇപ്പൊ വിജയും അതുപോലെ തന്നെ വിനോദും എന്ത് ചെയ്യാണ്? 4 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഓക്കെ, അവർ പറയുന്ന കാര്യം നമുക്ക് ആദ്യം എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഈ ഒരു 4 ദിവസം അവർ വർക്ക് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യാണ്? ആ ഒരു വർക്ക് രാകേഷിന് എന്ത് ചെയ്യാണ്? ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? വിജയും അതുപോലെ തന്നെ വിനോദും 4 ദിവസം വർക്ക് ചെയ്തു. എന്നിട്ട് അവർ ഒഴിഞ്ഞു പോയി. ജസ്റ്റ് എന്ത് ചെയ്തു? ആ ഒരു രാകേഷിനെ ആ വർക്ക് ഏൽപ്പിച്ചു പോയി. രാകേഷ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ദിവസം ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് നെക്സ്റ്റ് കാര്യം പറയുന്നത് ജസ്റ്റ് നോക്കാം. ആൻഡ് ഹാൻഡഡ് ബാക്ക് ദി വർക്ക് ടു വിജയ് ആൻഡ് വിനോദ്. അപ്പൊ കുറച്ച് ദിവസം രാകേഷ് വർക്ക് ചെയ്തിട്ട് രാകേഷ് എന്ത് ചെയ്യാണ്? തിരിച്ച് വിജയ്ക്കും അതുപോലെ തന്നെ വിനോദിന് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ്. വിജയ് ആൻഡ് വിനോദ് 6 days ബിഫോർ കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു രാകേഷ് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ രാകേഷ് വീണ്ടും ഹാൻഡ് ഓവർ ചെയ്തു ആർക്ക്? വിജയ്ക്ക്. അതിനുശേഷം പിന്നെയും ഒരു 6 ദിവസം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ? വിജയും അതുപോലെ തന്നെ വിനോദും. അപ്പോ ഇവിടെ രാകേഷ് ഒരു X days ആണ് വർക്ക് ചെയ്തത്. അവിടെ എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. X days ആണ് വർക്ക് ചെയ്തത് നമ്മൾ വിചാരിക്കാം. ഓക്കെ, ലാസ്റ്റ് ഇതിന് ശേഷം വിജയും വിനോദ് എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്? 6 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് രാകേഷ് വർക്ക്? അതായത് ഈ ഒരു രാകേഷ് X days നമ്മൾ പറഞ്ഞില്ല, ഈ എക്സിന്റെ വാല്യൂ, അതായത് രാകേഷ് എത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യാണ് 24 30 40 ആണല്ലോ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ്, ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ 24ന്റെയും 30ന്റെയും 40ന്റെയും LCM ആയിട്ട് ഞാൻ 120നെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ 120 ആണ്, 120 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. 120 യൂണിറ്റ് ആണ്
ടോട്ടൽ വർക്ക് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 120 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ വിജയ് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു ദിവസം തീർച്ചയായും വിജയ് 120 ഡിവൈഡഡ് ബൈ 24, ദാറ്റ് മീൻസ് 5 യൂണിറ്റ് വർക്ക് ഒരു ദിവസം വിജയ് ചെയ്യും. ഓക്കെ, ഇനി രാകേഷ് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 120 ബൈ 30, ദാറ്റ് മീൻസ് 4 യൂണിറ്റ് മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. നെക്സ്റ്റ് വിനോദ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 120 ബൈ 40, ദാറ്റ് മീൻസ് 3 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെ 4 ദിവസം ആരൊക്കെ വർക്ക് ചെയ്തത്? വിജയും അതുപോലെ തന്നെ വിനോദുമാണ്. അപ്പൊ വിജയും വിനോദും കൂടി ഒരു ദിവസം 5 + 3 8 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പൊ 8 × 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 32 ആണ്. അതവിടെ നിൽക്കട്ടെ. 8 × 4 പ്ലസ് നെക്സ്റ്റ് നോക്കാം. ഇവിടെ രാകേഷ് 4 യൂണിറ്റ് ആണ് ഒരു ദിവസം വർക്ക് ചെയ്യുക അല്ലെ, 4 യൂണിറ്റ് ആണ്. പക്ഷെ നമുക്ക് എത്ര ദിവസമാണ് വർക്ക് ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ 4x എന്ന് കൊടുക്കാണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ഇവർ 6 ദിവസം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? വിജയും അതുപോലെ തന്നെ വിനോദും. ദാറ്റ് മീൻസ് 8 × 6. ഈ ഒരു ടോട്ടൽ വർക്ക് ഈ ഒരു 3 ഘട്ടം കഴിയുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ യൂണിറ്റ് എത്ര വരിക? ടോട്ടൽ യൂണിറ്റ് 120 ആണ് വരിക. അപ്പൊ 8 × 4 32 ആണ്, പ്ലസ് 4x പ്ലസ് 8 × 6 48 ആണ്, ഈക്വൽ ടു 120. അപ്പൊ 48 + 32 എത്രയാണ്? 80 ആണ്. അപ്പൊ 4x ഈക്വൽ ടു 120 - 80 ഈക്വൽ ടു 40. x ഈക്വൽ ടു 10 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് LCM മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഇഫ് ദി കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആർ ഇൻ ദ റേഷ്യോ 10:11. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എത്രയാണ്? 10:11 ആണ്. അങ്ങനെയാണെങ്കിൽ then the percentage of the profit അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണുള്ളത്? 10% ആയിരിക്കും അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ, അതായത് റേഷ്യോയും അതുപോലെ തന്നെ പെർസെന്റേജും അത്യാവശ്യം ബേസ് അറിയുന്നവർക്ക് ജസ്റ്റ് റേഷ്യോ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജ് കാണാന്നുള്ളത്. അതായത് CP 10:11 ആണ് CP/SP റേഷ്യോ എന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ റിയൽ വാല്യൂയിലേക്ക് എടുക്കുകയാണ്. എങ്ങനെയാണ്? CP 10x ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുകയാണ് CP 10x ആണെന്ന്. അങ്ങനെയാണെങ്കിൽ SP എന്തായിരിക്കും? 11x ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഇക്വേഷൻ നോക്കിക്കോ. പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു SP - CP ഡിവൈഡഡ് ബൈ CP × 100 അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്ന സമയത്ത് വളരെ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് പെർസെന്റേജും അതുപോലെ തന്നെ ലോസ് പെർസെന്റേജും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SP - CP, ഇവിടെ SP എത്ര? 11x ആണ്. 11x - CP എത്രയാണ്? 10x ആണ്. അപ്പൊ ബാക്കി 11x - 10x എന്ന് പറയുമ്പോൾ 1x എന്ന് പറയുമ്പോൾ x എന്ന് നമുക്ക് എഴുതാം. ബാക്കി CP എന്ന് പറയുന്നത് എത്രയാണ്? 10x ആണ് ഇൻറ്റു 100. എക്സും എക്സും കട്ട് ചെയ്തു. 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 10%. ആണല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. At the end of 3 1/8 years, a certain sum on simple interest become 3/8 of the sum. ഓക്കെ ആണല്ലോ. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3 1/8 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരിക? 3 × 8 24 ആണ്. 24 + 1 25. 25 ഡിവൈഡഡ് ബൈ 8 ഇയേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 3 something ഇയേഴ്സ് വരും അല്ലെ. അപ്പൊ അത്രയും വർഷങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2/8 ഓഫ് ദി സം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. P × n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25 ഡിവൈഡ് ബൈ 8 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ 6 തന്നെ നമുക്ക് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 100 അല്ലെ. PNR ഡിവൈഡ് ബൈ 100 എന്നാണ്. ഈക്വൽ ടു 2/8 ഓഫ് ദി സം ആണ്. സം എന്ന് പറയുന്നത് P ആണ് അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് സം എന്ന് ഉദ്ദേശിക്കുന്നത്. പിയും ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് കട്ട് ചെയ്തു. എന്ത് ചെയ്യാണ്? 100നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആണ്. ഇപ്പൊ 25 ഡിവൈഡ് ബൈ 8 ഇൻറ്റു R ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 8. 8 ഞാൻ ജസ്റ്റ് രണ്ട് ഭാഗത്തുനിന്നും കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു 8% ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If 2.5x is equal to 0.05y, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y - x ഡിവൈഡ് ബൈ y + x. ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? x/y കാണാണ്. x/y ഈസ് ഈക്വൽ ടു 0.05. എന്ത് ചെയ്തിട്ടുള്ളൂ? y ഇങ്ങോട്ടേക്ക് കൊടുന്നു, അതുപോലെ തന്നെ 2.5 അപ്പുറത്തേക്ക് കൊടുന്നു. ഓക്കെ, വേറെ ഒന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ മുകളിലും താഴെ ഞാൻ 100 കൊണ്ട് എന്ത് ചെയ്യാണ്? ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ആ ഒരു ഡെസിമൽസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലും താഴെയും ഒരേ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഫ്രാക്ഷനിൽ യാതൊരു വിധ മാറ്റവും എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരും അല്ലെ. അതായത് ഡെസിമൽ ഇവിടെ വരും. 5.0 എന്ന് വരും. 5.0 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. നെക്സ്റ്റ് ഇവിടെ ചെയ്യുന്ന സമയത്ത് 25 250 വരും. 250. ഓക്കെ, രണ്ടും ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടെ 1 വന്നു, ഇവിടെ 50 വന്നു. ഓക്കെ,
അപ്പോ x:y റേഷ്യോ നമുക്ക് കിട്ടി. x:y റേഷ്യോ എത്രയാണ്? 1/50 ആണ്. അപ്പൊ നമുക്ക് x 1 ആണെന്നും അതുപോലെ തന്നെ y 50 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ y മൈനസ് x എത്രയാണ്? 50 മൈനസ് അല്ലെ, y 50 ആണ്. 50 മൈനസ് x 1 ആണ് ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് 50 ആണ് പ്ലസ് x എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഈക്വൽ ടു 50 മൈനസ് 1 49 ആണ് ഡിവൈഡഡ് ബൈ 50 പ്ലസ് 1 51 ആണ്. 49 ഡിവൈഡ് ബൈ 51 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ഓപ്ഷനിൽ -49 ആണ് വരുന്നത്. അത് നമ്മുടെ ആൻസർ ഒരിക്കലും ആവില്ല. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ദി ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഈസ് 9. അപ്പോ 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് ഇന്റിജേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 9 ആണ്. ദാറ്റ് മീൻസ് മിഡിൽ ടേം എന്തായിരിക്കും? 9 ആയിരിക്കും. അപ്പൊ കോൺസിക്യൂട്ടീവ് ഓഡ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ അടുത്ത ടേം ഏതായിരിക്കും? 11 ആയിരിക്കും. അതിന്റെ അടുത്ത ടേം 13 ആയിരിക്കും. ഇതിന് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 7ഉം അതുപോലെ തന്നെ ഇവിടെ 5ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ then the sum of smallest and greatest integer, സ്മോളസ്റ്റും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എത്രയായിരിക്കും? 5 plus 13 18 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഇൻകം ഓഫ് എ ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. ഇപ്പൊ ഇൻകം ഓഫ് എ ഈസ് ഈക്വൽ ടു 20% മോർ ദാൻ, ദാറ്റ് മീൻസ് 120 ഡിവൈഡഡ് ബൈ 100 ഓഫ് ബി അല്ലെ, 20% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ then the income of B is how much percentage less than that of A. അപ്പൊ നേരെ തിരിച്ച് 20% തന്നെ ആൻസർ കൊടുക്കരുത്. അത് പൊട്ട തെറ്റാണ്. കാരണം ബേസ് വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? A/B റേഷ്യോ കാണാണ്. ജസ്റ്റ് ഈ ബീനെ അങ്ങോട്ടേക്ക് കൊടുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? ബാക്കി 120/100 അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. ബാക്കി ഞാൻ എന്തേ ചെയ്തിട്ടുള്ളൂ? ഞാൻ ജസ്റ്റ് ബീനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ 2 സീറോസും എന്ത് ചെയ്തു? ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോ 6 ഡിവൈഡഡ് ബൈ 5 വരും അല്ലെ. ഇത് രണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 6 ഡിവൈഡഡ് ബൈ 5 വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ റേഷ്യോയിൽ നിന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാണ് ജസ്റ്റ് എന്റെ ഇൻകം 6x ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബിന്റെ ഇൻകം എന്തായിരിക്കും? 5x ആയിരിക്കും. ഓക്കെ, എന്റെ ഇൻകം 6x ഉം അതുപോലെ തന്നെ ബിന്റെ ഇൻകം 5x ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ബിന്റെ ഇൻകം ഏനെ വെച്ച് നോക്കുമ്പോ എത്രത്തോളം കുറവാണെന്നുള്ളതാണ്. അപ്പൊ ബേസ് വാല്യൂ ഏനെ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ ആണ് അല്ലെ, ഏനെക്കാളും എത്ര കുറവാണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ മൈനസ് ബി എത്രയാണ്? 1x ആണ് അല്ലെ. അവിടെ ഡിഫറൻസ് ഉള്ളത് തീർച്ചയായിട്ടും 1x ആണ്. ഓക്കെ, ഇനി ആരെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്? ഏനെ വെച്ചിട്ടാണ്. അത് എത്ര കുറവാണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. 1x into 100 ഡിവൈഡഡ് ബൈ 6x അല്ലെ. അപ്പോ ജസ്റ്റ് ആ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നതെന്ന് അതാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഏനെ ബേസ് ചെയ്തിട്ട്. ഏനെ വെച്ച് നോക്കുമ്പോൾ ബിന്റേത് എത്ര കുറവാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സിനെയും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 1 into 100 100 ആണ്. 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 16.666 ആ ഒരു വാല്യൂ ആണ്. 16.666% ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ രീതിയിൽ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ അല്ല, ഈ ഒരു ഓപ്ഷൻ അല്ല, 16/3/2 ആണോ? ഒരിക്കലല്ല, 16/2/3 ആണ് വരെ അല്ലെ. 16/2/3 ആണ് തീർച്ചയായിട്ടും 16.666 എന്നുള്ള വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇംപ്രോപ്പർ മാറ്റിയിട്ട് പ്രോപ്പർ ആക്കി നോക്കാം. 16 into 3 48 ആണ്. 48 plus 2 50 ആണ്. 50 ഡിവൈഡഡ് ബൈ 3 which is equal to 100/6 അല്ലെ. അതന്നെയല്ലേ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഓപ്ഷൻ 4 തന്നെയാണ് നമുക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലോട്ട് പോവാണ്. എ സിംഗിൾ 6-sided ഡൈസ് ഈസ് റോൾഡ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു സിംഗിൾ ഡൈസ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് റോൾ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഇപ്പൊ ഒരു ഡൈസ് റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? 1 2 3 4 5 6. ഇതിൽ ഏതൊക്കെ ഓഡ് നമ്പർ? 1ഉം 3ഉം അതുപോലെ തന്നെ 5ഉം. അപ്പോ ഇതില് 3 ഓടും 3 ഈവൺ ആണ്. ദാറ്റ് മീൻസ് 3/6 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഡ് നമ്പർ കിട്ടാൻ അല്ലെ. അതായത് 1/2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 49 സ്റ്റുഡൻസ് the ratio of girls to boys is 4:3. ഇപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം 49 ആണ്. ഗേൾസ് ഈസ് ടു ബോയ്സ് റേഷ്യോ 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് 4 ഗേൾസ് ലീവ് ദി ക്ലാസ്, 4 ഗേൾസ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ലീവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇപ്പോഴത്തെ റേഷ്യോ 49 സ്റ്റുഡൻസ് ആണുള്ളത്. ഇപ്പോഴത്തെ റേഷ്യോ 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 ഗേൾസ് പുറത്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, 49 ഇല്ല ടോട്ടല്. ദാറ്റ് മീൻസ് ഗേൾസ് 4x ഉം ബോയ്സ് 3x ആണെന്ന് വിചാരിച്ചോ. അപ്പോ 4x plus 3x ടോട്ടൽ ആളുകൾ അല്ലെ ഈക്വൽ ടു 49. ഓക്കെ, 7x is equal to 49, x is equal to
7. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര വരും? 7 into 4 28 ഉണ്ടാവും. ഓക്കെ, ഇത് റിയൽ നമ്പർ ആണ്, റേഷ്യോ അല്ല. ഓക്കെ, ബോയ്സ് എത്ര ഉണ്ടാവും? ബോയ്സ് 7 into 3 21 ഉണ്ടാവും. ഓക്കെ, ഈ 28ൽ നിന്ന് 4 ആൾ പോവാണ്. ദാറ്റ് മീൻസ് 24 ആളുകളെ ബാക്കി ഉണ്ടാവുള്ളൂ. 24:21 ആണ് ബാക്കി റേഷ്യോ ഉണ്ടാവും അല്ലെ. അപ്പൊ 24:21 എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോക്കാം, ഇവിടെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എത്ര വരും? 8 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 7 വരും. 8:7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് അല്ലെ. ഗേൾസ് ഈസ് ടു ബോയ്സ് തന്നെയാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? റേഷ്യോ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് A:B is equal to 1:3. ഇപ്പൊ A:B കൊടുത്തിട്ടുണ്ട്, 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ B:C is equal to എത്രയാണ്? 2:5 ആണ്. നെക്സ്റ്റ് C:D is equal to 2:3 ആണ്. നെക്സ്റ്റ് C:D is equal to 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A:B:C:D. A:B:C:D എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ ബിന്റെ വാല്യൂ നോക്കുന്ന സമയത്ത് ഇവിടെ 1:3 ആണ്, ഇവിടെ 2:5 ആണ്. പക്ഷെ ഇവിടെ ബിന്റെ റിയൽ വാല്യൂ രണ്ടും സെയിം ആയിരിക്കുമല്ലോ. ഈവൻ റേഷ്യോയിൽ മാറ്റം ഉണ്ടെങ്കിൽ പോലും റിയൽ വാല്യൂലൊക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവിടെ 3ഉം 2ഉം ഒക്കെ എന്താണ്? സെയിം വാല്യൂ തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ 1x അതുപോലെ തന്നെ ഇവിടെ 3x എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് പറയാം? ഇവിടെ നമുക്കൊരു 2y അതുപോലെ തന്നെ ഇവിടെ 5y എന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതായത് 3xും അതുപോലെ തന്നെ 2yയും എന്താണ്? സെയിം വാല്യൂ തന്നെയാണ്. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ന്റെയും 3ന്റെയും LCM നോക്കാം. 2ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഫസ്റ്റത്തെ 3നെ 6ലേക്ക് എത്തിക്കണം, ഈ ഒരു 2നെയും 6ലേക്ക് എത്തിക്കണം. ഫസ്റ്റത്തെ 3നെ 6ലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഒപ്പമുള്ള റേഷ്യോന് സെയിം ടേം കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ ഈ ഒരു 2നെ 6ലേക്ക് എത്തിക്കാൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 5നെയും ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ വരെയുള്ളത് നമ്മൾ ചെയ്തു. എത്രയാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്? 1:2 2 ആണ്. ഇവിടെ 3:2 ആണെങ്കിലും 2:3 ആണെങ്കിലും 6 ആണ്. നെക്സ്റ്റ് 5:3 15 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാലോ ഈ 15ഉം അതുപോലെ തന്നെ ഈ 2ഉം സെയിം തന്നെ അല്ലേ. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ജസ്റ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും ഇപ്പൊ സെയിം റേഷ്യോ ആയി. 2:6:15 എന്നാണ് റേഷ്യോ. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു റേഷ്യോ 2:3 എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് 15ന്റെയും 2ന്റെയും ഏറ്റവും സിമ്പിൾ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ലീസ്റ്റ് മൾട്ടിപ്ലൈ വരുന്നത് 30 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ കൂടെയുള്ള റേഷ്യോനെ മൊത്തം എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 into 2 4 ആണ്. 4:6 into 2 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് 15 into 2 ആണെങ്കിലും 2 into 15 ആണെങ്കിലും ജസ്റ്റ് എന്താ വരുന്നത്? 30 ആണ് വരുന്നത്. നെക്സ്റ്റ് 3 into 15 45 ആണ് വരുന്നത്. അപ്പൊ 4:12:30:45 ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. കൂടുതൽ സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.